മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈനിലൂടെ 77 സ്മാർട്ട് ഫോണുകൾ വാങ്ങി 21,800 ബഹ്റിൻ ദിനാർ വൈറ്റ് മണിയാക്കാൻ ശ്രമിച്ച 2 സഹോദരങ്ങൾ ബഹ്റിനിൽ അറസ്റ്റിലായി. സിറിയൻ സ്വദേശികളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവരെ സഹായിച്ച ഒരു ജോർദാൻ പൗരനും അറസ്റ്റിലായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഹൈ ക്രിമിനൽ കോർട്ട് ഇവർ കുറ്റക്കാരാണെന്ന് വിധി പ്രഖ്യാപിക്കുകയും ഇവർക്കുള്ള ശിക്ഷയും വിധിച്ചു. 26 വയസ്സുള്ള ജോർദാൻ പൗരന് 6 വർഷം ജയിൽ ശിക്ഷയും 1 ലക്ഷം ബഹ്റിൻ ദിനാർ ഫൈൻ അടയ്ക്കാനുമാണ് നിർദ്ദേശം. സഹോദരങ്ങളായ വനിതകൾക്ക് 4 വർഷത്തെ ജയിൽ ശിക്ഷയുമാണ് വിധിച്ചത്. LMRA ഈ ഏറ്റവും ഒടുവിൽ നടത്തിയ പരിശോധനാ ക്യാമ്പയിനുകളിൽ 112 പേരെ നാട് കടത്തിയതായി റിപ്പോർട്ട്. അനധികൃതമായി രാജ്യത്ത് ജോലി ചെയ്തിരുന്ന 112 പേരെയാണ് നാട് കടത്തിയത്. ഈ കഴിഞ്ഞ മെയ് 4 തീയതി മുതൽ 10 തീയതി വരെയുള്ള പരിശോധനയുടെ ഒരു റിപ്പോർട്ടാണിത്. ഏകദേശം 1097 പരിശോധനകളാണ് രാജ്യത്തുടനീളം നടത്തിയത്. ഈ 112 പേരെ കൂടാതെ അനധികൃതമായി തൊഴിൽ ചെയ്തിരുന്ന, കൃത്യമായ രേഖകളില്ലാത്ത 25 പേരെ കൂടി പിടികൂടിയിട്ടുണ്ടെന്നും LMRAയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സിത്രയിലെ സെൻട്രൽ മാർക്കറ്റിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുമെന്ന് മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞാൽ പൂർത്തിയാക്കാൻ ഏകദേശം 6 മാസത്തെ കാലയളവ് വേണ്ടിവരും. CCTV സ്ഥാപിക്കൽ, മീറ്റ് സ്റ്റോളുകളിൽ എയർ കണ്ടീഷൻ ചെയ്യൽ, മാർക്കറ്റിനോട് ചുറ്റുമുള്ള റോഡുകളുടെ നവീകരണ പ്രവർത്തനം, അങ്ങനെ നിരവധി പദ്ധതികളാണ് ഈ ഒരു പ്ലാനിലുള്ളത്. ബഹ്റിനിലെ സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്, ബഹ്റിനിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞണ്ട് പിടിക്കുന്നതിന് മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ആ നിരോധനം എടുത്തു മാറ്റുകയാണ് മെയ് 15 തീയതി മുതലെന്നാണ് ഈ പുതിയ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റ് പല മത്സ്യങ്ങൾക്കും ഏർപ്പെടുത്തുന്നത് പോലെ പ്രജനനകാലത്ത് അവ പിടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ ഞണ്ടിനും. ഈ ഒരു വിലക്കാണ് മെയ് 15 തീയതി മുതൽ എടുത്തു മാറ്റുന്നത്. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് 2025 മെയ് 14 തീയതി ബുധനാഴ്ച.